ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫിനിറ്റീവ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ്. മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ നിയമിച്ച ഒരു കമ്മീഷനാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. 2017 ജൂലൈയിലാണ് ഇത് രൂപീകൃതമായത്. അപ്പോൾ എന്തുകൊണ്ടാണ് 2017 ഇങ്ങനെ ഒരു കമ്മീഷനെ നിയമിച്ചത്? 2017 മലയാള സിനിമാ മേഖലയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവം ഉണ്ടായത്. മലയാള സിനിമയിലെ പ്രശസ്തയായ ഒരു നടി ആക്രമിക്കപ്പെടുകയും അതേ തുടർന്നുണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ നമ്മൾ ടെലിവിഷനിലൂടെയൊക്കെ കണ്ടതാണ്. അപ്പോൾ ഈ സംഭവങ്ങൾക്ക് ശേഷം മലയാള സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന സ്ത്രീകൾ അവർക്ക് വേണ്ടി ഒരു സംഘടന രൂപീകരിച്ചു. WCC അല്ലെങ്കിൽ വുമൺ ഇൻ സിനിമ കളക്റ്റീവ്. ഈ WCC 2017 മെയ്യിൽ കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്ററോട് ഒരു റിക്വസ്റ്റ് വയ്ക്കുകയാണ്. അതായത് ഈ നടിയെ ആക്രമിക്കപ്പെട്ട ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ അന്വേഷിക്കണമെന്നും അതുപോലെ തന്നെ മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, പ്രത്യേകിച്ച് ജെൻഡർ ബേസ്ഡ് ഇൻഇക്വാലിറ്റീസ്, അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഇഷ്യൂവിനെയൊക്കെ പറ്റി പഠിക്കണമെന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. ഇതിന് ശേഷമാണ് 2017 ജൂലൈയിൽ കേരള ഗവൺമെൻറ് ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിക്കുന്നത്. ഇതൊരു 3-അംഗ സമിതിയാണ്. ഈ സമിതിയുടെ അധ്യക്ഷ ജസ്റ്റിസ് ഹേമ മുൻ കേരള ഹൈക്കോടതി ജഡ്ജിയാണ്. അതുപോലെ തന്നെ KB വത്സലകുമാരി ഫോർമർ IAS ഓഫീസറും അതുപോലെ ശാരദ എന്ന് പറയുന്നത് മുതിർന്ന നടിയുമാണ്. അപ്പോൾ ഇവർ 3 പേരും സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെയൊക്കെ കുറിച്ച് പഠിച്ചതിന് ശേഷം സമഗ്രമായിട്ടൊരു റിപ്പോർട്ടുണ്ടാക്കി. ഈ റിപ്പോർട്ട് 2019 ഡിസംബർ 31 കേരള ഗവൺമെൻറ്റിന് സമർപ്പിച്ചു. ഇതിന് ശേഷം ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് 2024 ആഗസ്റ്റ് 19 ഇപ്പോൾ 2019 സമർപ്പിച്ച ഒരു റിപ്പോർട്ടാണ്. 5 വർഷങ്ങൾക്ക് ശേഷം 2024 ഇത് പുറത്തുവിടുന്നത്. അപ്പോൾ ഈ 5 വർഷ കാലയളവിൽ ഒരുപാട് ആളുകൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ കീഴിലൊക്കെ പെറ്റീഷൻ സമർപ്പിച്ചു. ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യണം, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കഷൻ വരണം എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് പെറ്റീഷനൊക്കെ സമർപ്പിച്ചു. പക്ഷേ എങ്കിലും 5 വർഷത്തെ ഒരു ഡിലേ അവിടെ വന്നു. അപ്പോൾ ഈ സമയത്ത് ഗവൺമെൻറ് പറഞ്ഞ ഒരു മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റിപ്പോർട്ടിൽ പല വ്യക്തികളുടെയും പേഴ്സണൽ ഇൻഫർമേഷൻ, അവരുടെ പേര്, വിവരങ്ങളൊക്കെ വന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ അത് റൈറ്റ് ടു പ്രൈവസി എന്നതിൻ്റെ എതിരായിട്ട് വരും എന്നുള്ളൊരു പോയിൻ്റാണ് ഗവൺമെൻറ് അന്ന് പറഞ്ഞത്. 2024 ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ ഏകദേശം 300ഓളം പേജുകൾ ഉണ്ടായിരുന്നു. പക്ഷേ 235 പേജുകളോളമാണ് പബ്ലിഷ് ചെയ്തത്. 65 പേജുകൾ ഏകദേശം ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡിവിജ്വലിൻ്റെ റൈറ്റ് ടു പ്രൈവസീനെ മാനിച്ചിട്ടാണ് ഈ പേജുകൾ ഒഴികെയുള്ള ഭാഗങ്ങൾ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഒരു റിപ്പോർട്ടിൻ്റെ തന്നെ കുറച്ച് ഭാഗം പബ്ലിഷ് ചെയ്യുന്നു, കുറച്ച് ഭാഗം ഹൈഡ് ചെയ്യുന്നു. അപ്പോൾ അതെന്താണ് അങ്ങനെയെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെയാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ കീഴിലെ 2 വകുപ്പുകൾക്ക് പ്രാധാന്യമുള്ളത്. ഇവിടെ RTI ആക്ടിലെ അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലെ വകുപ്പ് 8(1) അതുപോലെ തന്നെ വകുപ്പ് 10 എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. വകുപ്പ് 8(1) A to J അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിവരാവകാശ നിയമപ്രകാരം നൽകേണ്ടാത്ത വിവരങ്ങൾ. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഗവൺമെൻറ്റിനോട് ചോദിക്കുന്നതെങ്കിൽ അത് ഗവൺമെൻറ്റിന് നിരസിക്കാം. ആ വിവരങ്ങൾ നമുക്ക് നൽകേണ്ടതില്ല. അതുപോലെ തന്നെ വ്യക്തിയുടെ സ്വകാര്യതയെ അനാവശ്യമായിട്ട് ബാധിക്കുന്നതായ വിവരങ്ങളാണെങ്കിൽ നൽകാൻ പാടില്ല എന്നും ഈ ഒരു ആക്ടിൽ പറയുന്നുണ്ട്. ഇനി RTI ആക്ടിലെ തന്നെ സെക്ഷൻ 10 എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു രേഖയുടെ അല്ലെങ്കിൽ ഫയലിൻ്റെ പകർപ്പ് ആവശ്യപ്പെടുന്ന പ്രസ്തുത രേഖയുടെ പകർപ്പിൻ്റെ ഒരു ഭാഗം അഥവാ ഭാഗങ്ങൾ വകുപ്പ് 8(1) പ്രകാരം വെളിപ്പെടുത്തേണ്ടാത്തതാണെങ്കിൽ പ്രസ്തുത രേഖയുടെ വെളിപ്പെടുത്താവുന്ന ഭാഗം വേർപെടുത്തി നൽകുമ്പോൾ കൈക്കൊള്ളേണ്ട നടപടികളെ കുറിച്ചിട്ടാണ് വകുപ്പ് 10 പ്രതിപാദിക്കുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ നമ്മൾ RTI ആക്ട് പ്രകാരം ആ ഡോക്യുമെൻ്റ് ആവശ്യപ്പെടുമ്പോൾ ആ സ്വകാര്യ വ്യക്തിയുടെ ഡീറ്റെയിൽസ് വരുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നൽകാം. അപ്പോൾ ഈ പറഞ്ഞ 2 വകുപ്പാണെങ്കിൽ, അതായത് സെക്ഷൻ 8 1 A to J, അതായത് ഏതൊക്കെ ഭാഗങ്ങളാണ് വെളിപ്പെടുത്തേണ്ടാത്തത്, നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ കീഴിൽ ആവശ്യപ്പെടുമ്പോൾ ഒരു വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങളാണ് വരുന്നതെങ്കിൽ അത് തരാനായിട്ട് ഗവൺമെൻറ്റിന് ബാധ്യതയില്ല. അതുപോലെ തന്നെ സെക്ഷൻ 10 പറയുന്നത്, ഒരു ഡോക്യുമെൻ്റ് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ആ ഡോക്യുമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഡീറ്റെയിൽ വരുമ്പോൾ അത് ഒഴിവാക്കിയിട്ട് വേണം നൽകാനായിട്ട്. ഇത് രണ്ടും റിലേറ്റഡ് ടു റൈറ്റ് ടു പ്രൈവസി ഓഫ് ഇൻഡിവിജ്വൽ ആണ്.
അപ്പോൾ അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് ഇത്രയധികം ഒരു ഡിലേ ഉണ്ടായിരുന്നത്. ഇനി ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാന ശുപാർശകൾ എന്താണെന്ന് കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പീഡനവും വിവേചനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിന് ശക്തവും സ്വതന്ത്രവുമായ ഒരു സംവിധാനം ഉണ്ടാകുക. എല്ലാ തൊഴിലാളികളുടെയും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷയും അന്തസ്സും ഉറപ്പാക്കാൻ സിനിമാ സൈറ്റുകളിൽ കർശനമായ പെരുമാറ്റച്ചട്ടങ്ങൾ നടപ്പാക്കുക. അതുപോലെ തന്നെ നിർമ്മാതാക്കൾ, സംവിധായകർ, അഭിനേതാക്കൾ എന്നിവരുടെ വ്യവസായത്തിലെ എല്ലാ അംഗങ്ങൾക്കും ലിംഗ സംവേദനക്ഷമത പരിശീലനം നൽകുക. വ്യവസായത്തിൽ സ്ത്രീകൾക്ക് തുല്യവേതനവും അവസരങ്ങളും ഉറപ്പാക്കുക. കൂടാതെ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ നിയമപരമായ അവകാശങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിനെ വളരെ ചുരുക്കി ഏതാനും അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് എടുത്തിട്ട് എന്തായാലും ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.